നമസ്കാരം. ശ്രീ പത്മനാഭ പൂജാമഠം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, റെക്കോർഡിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് തന്നെ ഒന്നുകൂടെ പറയാനാണ്. പത്മത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. പത്മം എങ്ങനെയാണ്, പത്മ എന്തിനാണ് ചേർത്തുന്നത് എന്നൊക്കെ കുറിച്ച്, ദേഹത്തെ അണിയുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. ഗോമയം, അതായത് ചാണകം, വിധിപ്രകാരം ചുട്ടെടുക്കുക ചാരമാണ് പത്മം. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ വിഭൂതി എന്നും പത്മത്തെ വിളിക്കാറുണ്ട്. ശിവ തത്വത്തിന്റെ പ്രതീകമായ പത്മം പ്രപഞ്ചത്തെ അഖില സംഹാര പ്രക്രിയകൾ ധൂളീകൃതമായിരിക്കുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡ സങ്കല്പത്തിൽ പഞ്ചഭൂതാത്മകമായ മനുഷ്യ ശരീരമെന്ന പിണ്ഡാണ്ഡത്തെ ഗോവിൽ നിന്നും ലഭിക്കുന്ന പഞ്ചഗവ്യം, അതായത് പാൽ, നെയ്യ്, തൈര്, ഗോമൂത്രം, ഗോമയം കൊണ്ട് ശുദ്ധീകരിക്കാറുണ്ട്. പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി തത്വമാണ് ചാണകത്തിനുള്ളത്. ഈ ചാണകത്തെ ഭസ്മമാക്കുന്നത് ശവത്തെ, അതായത് മനുഷ്യന്റെ ശരീരം മരിച്ചു കഴിയുമ്പോൾ അതിനെ ഭസ്മീകരിക്കുന്നതിന് തുല്യമായ ഒരു പ്രക്രിയയായി കാണാം. ശവത്തെ ഭസ്മീകരിക്കുന്നതിന് ഒരു സംസ്കാരം അഥവാ ശുദ്ധീകരണ പ്രക്രിയയാണ്. പത്മധാരണം അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണെന്ന് കാണാം. പത്മം എന്നത് ശിവന്റെ സംഹാര തത്വത്തെ മാത്രമല്ല അനുഗ്രഹ തത്വത്തെ കൂടി സൂചിപ്പിക്കുന്നു എന്ന് കാണാം. പത്മം അങ്ങനെ വിഭൂതിത്വവും ഉൾക്കൊള്ളുന്നു. അതിനാൽ പത്മധാരണം ചെയ്യുന്നത് കൊണ്ട് ആധ്യാത്മികമായ പുരോഗതി മാത്രമല്ല ഭൗതികമായ അഭിവൃദ്ധി കൂടി സിദ്ധിക്കുന്നതിന്റെ സൂചന കൂടിയുണ്ടായി. പത്മ നിർമ്മാണവും ധാരണവും പരമശിവ ചൈതന്യത്തിന്റെ, സദാശിവ ചൈതന്യത്തിന്റെ പ്രതീകമായ ഭസ്മം ധരിക്കുന്നതിലൂടെ ആ ചൈതന്യത്തിന്റെ ഒരു അംശം പിണ്ഡാണ്ഡമായ നമ്മളിലുണ്ട് എന്ന ബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിയണം. അതുപോലെ ഭസ്മധാരണത്തിലൂടെ അദൃശ്യ ദുഷ്ടശക്തികൾ, ബാധകൾ, പ്രേത പിശാചാദി ബാധകൾ തുടങ്ങിയവയെ അകറ്റി നിർത്താനും കഴിയുന്നു. രാവിലെ ജലം കുഴച്ചും, അതായത് ജലം കൊണ്ട് ചാലിച്ചും, ഉച്ചയ്ക്ക് ചന്ദനം കൊണ്ട് ചാലിച്ചും, വൈകിട്ട് ഉണങ്ങിയ ഭസ്മമാണ് ധരിക്കേണ്ടത്. രാവിലെ ജലം കൊണ്ട് ചാലിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി, അൾട്രാ വയലറ്റ് രശ്മിയെ ഈ ഭസ്മത്തിന് ചെറുത്ത് നിർത്താൻ കഴിയും. സൂര്യൻ്റെ അമിതമായ ചൂടിന് ഒരു പരിധിവരെ ഭസ്മത്തിന് ചെറുത്ത് നിർത്താൻ കഴിയും. അതുകൊണ്ടാണ് രാവിലെ ഭസ്മം ജലം കൊണ്ട് ചാലിച്ച് അണിയുന്നത്. ഉച്ചയ്ക്ക് ചന്ദനം കൊണ്ട് ചാലിക്കും. ഉച്ചയ്ക്ക് സൂര്യൻ്റെ രശ്മിക്ക് അതിഭയങ്കരമായ ചൂടായിരിക്കും. അപ്പോൾ ചന്ദനത്തിന് എല്ലാം ഈ ചൂടിന് തണുപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഭസ്മം ഈ ചൂടിനെ ചെറുത്ത് നിർത്താനും ചന്ദനത്തിന് തണുപ്പിക്കാനും കഴിവുള്ളതുകൊണ്ട് ചന്ദന ഭസ്മം കൂടി ചേർത്ത് ഉച്ചയ്ക്ക് ചാർത്തുന്നു. വൈകിട്ട് തുടങ്ങുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴേക്കും ധാരാളം രോഗാണുക്കൾ, ബാക്ടീരിയകളും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഭസ്മത്തിന് ഈ പറഞ്ഞ രോഗാണുക്കളെയും ഈ ബാക്ടീരിയയ്ക്ക് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഭസ്മം വൈകിട്ട്, അതായത് രാത്രിയാണെങ്കിൽ സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭസ്മം മാത്രമായിട്ട്, അതായത് ഭസ്മം ജലമോ അതിന് ചന്ദനമോ ചേർക്കാതെ ഭസ്മം മാത്രമായിട്ട് ചേർത്തിട്ടുണ്ട്. തത്വം അതാണ്. ആദിത്യൻ്റെയും ശനിയുടെയും ദശാകാലമുള്ളവരും 7 ശനി, കണ്ടകശനി തുടങ്ങിയവരും നിത്യവും രാവിലെ വൈകിട്ടും ദേഹശുദ്ധിക്ക് ശേഷം പഞ്ചാക്ഷരം ജപിച്ച് ഭസ്മം ധരിക്കുന്നത് ശ്രേയസ്കരമാണ്. അടുത്ത് നമുക്ക് ചന്ദനത്തെ കുറിച്ച് നോക്കാം. ചന്ദനം മനസ്സിന് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നതും സാത്വിക ഗുണത്തോടു കൂടിയതാണ് ചന്ദനം. വിഷ്ണു തത്വത്തെ സൂചിപ്പിക്കുന്ന ചന്ദനം ശീത ഗുണപ്രധാനവുമാണ്. അജ്ഞാചക്രസ്ഥാനത്ത് ശീതഗുണപ്രധാനമായ ചന്ദനം തുടങ്ങുന്നതിലൂടെ മനസ്സിന് ശാന്തിയും സത്വഗുണവും നിറയും. എപ്പോഴും പോസിറ്റീവ് എനർജി നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് താനെ മനസ്സിലുണ്ടാവും. വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ദശാകാലത്ത് നിത്യവും അഷ്ടാക്ഷര മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം നമോ നാരായണ എന്ന മന്ത്രമാണ്. പഞ്ചാക്ഷര മന്ത്രം എന്ന് പറഞ്ഞാൽ നമഃശിവായ. ഓം നമഃശിവായ എന്ന് പറയും പ്രണവ പഞ്ചാക്ഷരമാണ്. പിന്നെ
കുജ ദശാകാലത്ത് രക്തചന്ദനം കൊണ്ട് തിലകം ധരിക്കുന്നത് നല്ലതാണ്. ഉത്തമം ദേവീക്ഷേത്രങ്ങളിൽ ചുവന്ന പൂക്കൾ കൊണ്ട് രക്തചന്ദന സഹിതം അർച്ചന നടത്തിയിട്ട് ആ പ്രസാദം നിത്യം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്ത് നമുക്ക് കുങ്കുമത്തെക്കുറിച്ച് നോക്കാം. കുങ്കുമം കുങ്കുമം എന്ന് പറഞ്ഞാൽ ദേവീ തത്വത്തിന്റെ പ്രതീകമാണ് കുങ്കുമം. ഭസ്മം ശൈവതത്വം, ചന്ദനം വൈഷ്ണവതത്വം, കുങ്കുമം ദേവീതത്വം. ഈ മൂന്ന് തിലകങ്ങളും നെറ്റി ചേർത്തുന്നതോടെ ഈ മൂന്ന് തത്വങ്ങളും നമ്മളിലേക്ക് വരുന്നു എന്നൊരു സങ്കല്പങ്ങളുണ്ട്. ദേവീതത്വത്തിന്റെ പ്രതീകമായ കുങ്കുമപ്പൂവ് ഉണക്കിപ്പൊടിച്ചാണ് ഈ കുങ്കുമം തയ്യാറാക്കിയെടുക്കുന്നത്. കുങ്കുമം കൊണ്ട് പൊട്ടാണ്, ഒരു പുഞ്ചം എന്ന് പറഞ്ഞാൽ റൗണ്ടിലുള്ള ഒരു സ്പോട്ട്, അതാണ് പൊട്ടെന്ന് പറയും. അത് കുങ്കുമം പൊട്ട് തൊടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദിയില് ദേവി ആദിപരാശക്തി ജനിക്കുന്നത് ഒരു ചുവന്ന പുഞ്ചമേലുണ്ട്. കുങ്കുമത്തിന് പൊട്ടുണ്ടല്ലോ, അതുപോലെ ഒരു വൃത്താകാരിയായ ചുവന്ന ഒരു ഇതിലാണ് ശരിക്കും ദേവിയുടെ ചൈതന്യം ആദ്യമായിട്ട് നമ്മളിലേക്ക് വരുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും പ്രളയം കൊണ്ടുമുറിയിക്കുന്ന സമയത്ത് ആദ്യത്തെ ശക്തി എന്ന് പറയുന്നത് ദേവീ ശക്തി, ആദിപരാശക്തി ശക്തി ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുങ്കുമം റൗണ്ടിൽ കൂടുതൽ ഇലക്കുറി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനേക്കാളും നല്ലത് കുങ്കുമം നേരെ പൊട്ടായിട്ട് റൗണ്ടായിട്ട് വൃത്താകൃതിയിൽ കുങ്കുമം ചൂടുന്നത്. ഇലക്കുറി എന്ന് പറയുന്നത് വശ്യമാണ്. അത് സർവ്വതും വശീകരിച്ചെടുക്കാനായിട്ട് കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഇലക്കുറിക്ക് കഴിയും. ഇലക്കുറിയും പ്രധാനമാണ്, പക്ഷെ നമുക്ക് കുങ്കുമം ഏറ്റവും പ്രധാനമായിട്ടും ചൂടുന്നത്, അത് പ്രത്യേകിച്ച് സ്ത്രീകളെ ചൂടുന്നത് ഇതായിട്ടാണ്, അതായത് നമ്മൾ ഈ പറഞ്ഞ വൃത്താകൃതിയിലാണ്. ഇലക്കുറിയും ചൂടുന്നത് കുഴപ്പമൊന്നുമില്ല, ഇലക്കുറി നല്ലതാണ്. ചന്ദനം കൊണ്ട് ചന്ദനവും ഇലക്കുറി ചൂടുന്നത് നല്ലതാണ്, വൃത്താകൃതിന് നല്ലതാണ്. ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് കുങ്കുമം കൊണ്ട് പതിവായി തിലകം ധരിക്കുന്നത് നല്ലതാണ്. അതായത് ഗ്രഹങ്ങളുടെ അധിദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തിലകധാരണമാകാം. ആ ദേവതകളുടെ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും കുങ്കുമാഭിഷേകവും തുടങ്ങിയവ ചെയ്യുന്നത് നടത്തിയിട്ട്, അതായത് കുങ്കുമാഭിഷേകം നടത്തി ആ പ്രസാദം, ആ കുങ്കുമം വീട്ടില് നിത്യേന തിലകണിയുന്നതല്ല, ഒരു പ്രത്യേകം ഒരു പാത്രത്തിൽ വെച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് അത് അണിക്കുന്നില്ല. ഈ കുങ്കുമം അഭിഷേകം കഴിഞ്ഞ് കുങ്കുമം അർച്ചന കഴിഞ്ഞ് വരുമ്പോൾ കുങ്കുമത്തിൽ പൂക്കളുണ്ടെങ്കിൽ തെറ്റിപ്പൂ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ള പൂക്കളാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ പൂക്കൾ നിന്ന് അഴുകി കുങ്കുമം ചീത്താവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൽ ചന്ദ്രന്റെ ദേവതാസ്ഥാനം വരുന്നത് ദുർഗയ്ക്കും, ചൊവ്വയുടെ ദേവതാസ്ഥാനം വരുന്നത് ഭദ്രകാളിക്കും, ശുക്രന്റെ ദേവതാസ്ഥാനം വരുന്നത് മഹാലക്ഷ്മിക്കും, കേതുവിന്റെ ദേവതാസ്ഥാനം വരുന്നത് പാർവതി ദേവിക്കാണ്. അപ്പൊ അവരുടെ മന്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദുർഗയുടെ മന്ത്രം ഓം ഹ്രീം ദും ദുർഗായ നമ, ഭദ്രകളിൽ ഓം ഹ്രീം ഹം ഭദ്രകാളി നമ, ശുക്രന്റെ മഹാലക്ഷ്മിയുടെ ഓം ശ്രീം നമ, പാർവതിയുടെ ഓം ഹ്രീം നമ, ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദം കേതുകാലത്ത് നിത്യേന ധരിക്കാം. അതുപോലെ രാഹുകാലത്ത് നാഗക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞപ്രസാദവും പതിവായി ധരിക്കുന്നത് ദോഷശാന്തി പ്രധാനമാണ്. ദാരു വിഗ്രഹ പ്രതിഷ്ഠയുള്ള, അതായത് വരിക്കപ്രാവിന്റെ കാതലുകൊണ്ട് കടഞ്ഞെടുത്തിക്കുന്ന ഭദ്രകളിയുടെ ഇതുണ്ടല്ലോ, ഭദ്രകളിയുടെ മുടി എന്ന് പറയും, അത് നമ്മളിവിടെ തെക്കോട്ട് മുടി എന്ന് പറയും, വടക്കോട്ട് തിടമ്പെന്ന് പറയും. ഭദ്രകളി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു വഴിപാടാണ് ചാന്താട്ടം. ചാന്ത് എന്ന് പറഞ്ഞാൽ തേക്കൻ കാതൽ, പിന്നീട് മഞ്ഞൾ, ചുണ്ണാമ്പ്, കരിക്കുവളം, ഇത്രയും ചേർത്തിട്ടാണ് ചാന്ത് ഉണ്ടാക്കുന്നത്. ചാന്ത് കുജ ദശാകാലത്ത്, അതായത് ചൊവ്വയുടെ ദശാകാലത്ത്, ചന്ദ്രദശാകാലത്തും ധരിക്കാം. കുറി തൊടുന്നത് ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് കളഭക്കൂട്. കളഭക്കൂട് എന്ന് പറഞ്ഞാൽ അകില്, ചന്ദനം, ഗുൽഗുലു, കുങ്കുമം, കൊട്ടം, ഇരുവേല്, രാമച്ചം, മാഞ്ചി എന്ന് തുടങ്ങിയ 8 സാധനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് കളഭക്കൂട്ട് തയ്യാറാക്കിയിട്ട് അത് ഭഗവാനോ ദേവിക്കോ, അതായത് ക്ഷേത്രങ്ങളിലെ മൂർത്തികൾക്ക് അഭിഷേകം ചെയ്തതിനു ശേഷം ആ കളഭം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചാർത്തുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് എന്ത് മാനസികമായ പ്രശ്നങ്ങളും, പിന്നെ അതിൻ്റെ ടെൻഷനും, പിന്നെ നമുക്ക് ഈ മെന്റലി ഡിസ്പ്രഷൻ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ പറഞ്ഞ ഏറ്റവും നല്ല ഒരു വഴിപാടാണ് കളഭക്കൂട്ട്. കളഭക്കൂട്ട് ഭഗവാന് അഭിഷേകം നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ദേവിക്ക് അഭിഷേകം നടത്തി, അതായത് അവരുടെ വീടിന് തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിൽ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് അന്നോടൊന്ന് ചൂടാനുള്ള മാത്രം ചാലിച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വർഷം ഇരിക്കുകയും ചെയ്യും.
നമസ്കാര. മഞ്ഞൾ നേർമയെ പൊടിച്ചിട്ട് അതിൽ നാരങ്ങ നീര് കലർത്തി എടുക്കുന്ന സിന്ദൂരം വളരെ വിശിഷ്ടമാണ്. ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ്, ദുർഗയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് ഈ സിന്ദൂരം. കസ്തൂരി മൃഗത്തിൽ നിന്ന് ലഭിക്കുന്ന കസ്തൂരി, പശുവിന്റെ പിത്ത നീരിൽ നിന്നെടുക്കുന്ന ഗൗരവത്തിനും, പച്ചരിയും പിന്നെ ചൗവരിയും കരിച്ചെടുത്ത് ചെമ്പരത്തിപ്പൂവിന്റെ നീരിൽ ചേർത്ത് തിളപ്പിച്ച് കുറുക്കി തയ്യാറാക്കുന്ന ചാന്ത്, കസ്തൂരി, കർപ്പൂരം, ആക്കിൽ ചന്ദന ഇവ അരച്ച് തയ്യാറാക്കുന്ന കുറിക്കൂട്ട് എന്നിവയും സ്ത്രീകൾക്ക് കുറി തൊടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കസ്തൂരിയും കർപ്പൂരവും ചാന്തും അകിലും ചന്ദനം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ പറഞ്ഞ കൂട്ട് നെറ്റിയിലിടുമ്പോഴേക്കും തലവേദന ഒരു പരിധി മാറിക്കിട്ടുകയും. ഇതിൽ ഈ കസ്തൂരി മൃഗത്തിന്റെ പിത്തത്തിൽ നിന്നാണ് കസ്തൂരി എടുക്കുന്നത്. പക്ഷെ കസ്തൂരിമാനിന് ഇപ്പം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് വളരെ സുലഭമായി ലഭിക്കാത്തൊരു സാധനമാണ്. ഇവയ്ക്ക് അനുഷ്ഠാനപരമായ പ്രാധാന്യങ്ങൾ ഉപരി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നൊരു നിലയ്ക്കും പ്രാധാന്യമുള്ളത്. വശീകരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് തിലകം ധരിക്കുന്ന രീതി മാന്ത്രിക പ്രയോഗത്തിൽ ധാരാളമുണ്ട്. അവ നിപുണമായ ഒരു മാന്ത്രികന്റെ സഹായത്തോടെ മാത്രം ചെയ്യേണ്ടതാണ്. രക്തചന്ദനം, കച്ചൂരിക്കിഴങ്ങ് എന്ന് പറയും. കച്ചൂരിക്കിഴങ്ങ്, മാഞ്ചി, കുങ്കുമം, ഗോരോചന, പിന്നെ ചന്ദനം, അകില, കർപ്പൂരം എന്നീ അഷ്ടഗന്ധങ്ങൾ അരച്ചിട്ട് മാതങ്കി മന്ത്രത്തിൽ ശക്തി വരുത്തി അണിഞ്ഞാൽ അവൻ ഏവർക്കും പ്രിയങ്കരനായിരിക്കും എന്ന് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തില് നിരവധി കർമ്മങ്ങൾ മന്ത്രവാദത്തിലെ ഗ്രന്ഥങ്ങൾ കാണാം. പക്ഷേ ഇതൊക്കെ വളരെ ഒരു കർമ്മിക്കോട് മാത്രം ചെയ്യിക്കാവൂ. ഇതൊക്കെ പരീക്ഷണങ്ങൾ പാടില്ല. പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇതിന് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷവും ഉണ്ടാവും. നമസ്കാരം. അനിൽകുമാർ പോറ്റി, തിരുവനന്തപുരം.